മഞ്ഞൾ ഉണക്കിപ്പൊടിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. നല്ല വെയിലുള്ളതുകൊണ്ട് മഞ്ഞളൊക്കെ ഉണക്കിപ്പൊടിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. കടയിൽ നിന്നും വാങ്ങുന്ന എല്ലാ മഞ്ഞൾപ്പൊടിയൊന്നും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. മിക്കവാറും ഉള്ള പാക്കറ്റുകളിലൊക്കെ തന്നെ മഞ്ഞൾപ്പൊടിയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറും അതേപോലെ തന്നെ രുചി കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവാം. അപ്പോൾ കുറച്ച് മഞ്ഞളെങ്കിലും നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഗ്രോ ബാഗിലോ പറമ്പിലോ ഒക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾ നടുകയാണെങ്കിൽ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് അതിൽ നിന്നും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ നട്ട മഞ്ഞളൊക്കെ കിളച്ചെടുക്കാൻ പരുവത്തിന് ആയിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴാണ് നമ്മൾ കിളച്ചെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ചധികം മഞ്ഞൾ കിളച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നടാനും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇത് എടുത്തത്. ഇതൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇതേപോലെ ഓരോന്നായിട്ട് ഇതൊന്ന് ഒടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ കഴുകുമ്പോൾ വേഗത്തിൽ പോകും. അതേപോലെ ഉണങ്ങിക്കിട്ടാനും എളുപ്പമായിരിക്കും. നടാനൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഒരു കഷ്ണം മഞ്ഞൾ നമ്മൾ കുഴിച്ചു വെച്ചാൽ മതിയാകും. ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ തടയാണ്. ഇതിലാണ് ഈ വേര് മുഴുവന്. അതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുത്ത് കളയാം. മുറിച്ചെടുക്കുകയോ ഇതിൻ്റെ മണ്ട ചെത്തിക്കളയുകയോ ചെയ്താൽ മതി. മഞ്ഞളൊക്കെ ഒടിച്ച് അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു. ഈ ചരുവത്തിലാണ് നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത്. ഇതിലേക്ക് പകുതി മഞ്ഞളിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കാനുള്ള സൗകര്യത്തിനാണ് കുറേശ്ശെയായിട്ട് ഇട്ട് കഴുകി എടുക്കുന്നത്. വെള്ളമൊഴിച്ച് ഇതിലെ മണ്ണൊക്കെ പോകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കഴുകി എടുക്കണം. 5 മുതൽ 6 പ്രാവശ്യം വരെ കഴുകുമ്പോഴേക്കും ഇതിലെ മണ്ണൊക്കെ പോയി വെള്ളമൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും. ഇതിൽ ഒരുപാട് മണ്ണുള്ളത് കൊണ്ട് തന്നെ കഴുകി വാരിയെടുക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത്. നേരത്തെ കാണിച്ചതുപോലെ മഞ്ഞൾ ഓരോ പീസായിട്ട് തന്നെ അടത്തി എടുക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതേപോലെ വലിയ പീസ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പറക്കിയിട്ട കൂട്ടത്തിൽ വന്നതാന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ എത്ര കഴുകിയാലും അത്ര നന്നായിട്ടൊന്നും പോവില്ല. ഇതൊരു 6 പ്രാവശ്യം കഴുകിയപ്പോഴേക്കും ഇതിൻ്റെ മണ്ണൊക്കെ പോയി വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങാൻ ആവശ്യമായ മഞ്ഞൾ മുഴുവൻ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. താൽക്കാലികമായിട്ടൊരടുപ്പ് വെളിയിൽ കൂട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് ഈ മഞ്ഞളിനെയും പുഴുങ്ങിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ മഞ്ഞൾ മുഴുവൻ ഈ ചരുവത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നിരത്തിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കാം. മഞ്ഞൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വാഴയില വെക്കാം. വാഴയിലയ്ക്ക് പകരം കട്ടിയുള്ള തുണി ഇതിൻ്റെ മുകളിൽ ഇട്ടാലും മതി. വാഴയില വെച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കണം. ഇതിനി നമുക്ക് തീ കത്തിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് വിറക് ആദ്യം വെച്ചുള്ളൂ. തീ ഒന്നായി കഴിയുമ്പോൾ കുറച്ചും കൂടി വിറക് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം.
ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് തുടങ്ങിയപ്പോഴേക്കും വെള്ളം വെളിയിലേക്ക് ചാടാൻ തുടങ്ങി. ഈ അടപ്പൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിക്കാം. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. ഇതിൽ നിന്നും കുറച്ച് വിറക് മാറ്റി തീ ഒന്ന് കുറച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് തീ കത്തിച്ചിട്ട് 3 മണിക്കൂറോളമായി. 3 മണിക്കൂറായപ്പോഴേക്കും ഇതിൻ്റെ അടിയിൽ നല്ലതുപോലെ കനലുണ്ട്. ആ കനലിൽ അരമണിക്കൂർ കൂടി അങ്ങനെ വെച്ചിട്ടാണ് ഇതിപ്പോൾ തുറക്കുന്നത്. ഈ ഇലയൊന്ന് മാറ്റിയതിന് ശേഷം ഇത് വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ഞൾ ഒരുപാട് വെന്ത് പൊടിഞ്ഞു പോകരുത്. എന്നാൽ നമ്മളിതുപോലെ കയ്യിലെടുത്ത് ഇതേപോലെ ഒന്ന് ഞെക്കുമ്പോൾ നല്ലതായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മാത്രമേ ആകാവൂ. മഞ്ഞൾ പുഴുങ്ങുമ്പോഴൊക്കെ വൈകുന്നേരം പുഴുങ്ങി വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിരിക്കും. ഇതിപ്പോൾ രാവിലെയാണ് പുഴുങ്ങിയത്. നല്ല വെയിലുണ്ട്. പെട്ടെന്ന് തന്നെ കൊട്ടയിലേക്ക് മാറ്റി വെയിലത്ത് ഇടാം. ഇത് നല്ല പരുവത്തിനാണ് വെന്തിരിക്കുന്നത്. ഒരുപാട് വെന്ത് പോയാൽ നമ്മൾ ഇതേപോലെ ഇളക്കുമ്പോഴും മുറിഞ്ഞങ്ങ് പോകും. മഞ്ഞൾ വെള്ളത്തിൽ നിന്നും കുട്ടയിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം കളയുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള ടാർപ്പയിലോ പായിലോ ഒക്കെ ഇട്ട് മഞ്ഞൾ നമുക്ക് ഉണക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഇട്ട് ഉണക്കാം. നല്ലതുപോലെ ഒന്ന് നിരത്തിയിടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. മഞ്ഞളിട്ടപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും വെയിലൊക്കെ താന്ന് മഞ്ഞളൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ കിടക്കുന്ന മഞ്ഞളിൻ്റെ തട 3ഓ 4ആയിട്ടോ ഒന്ന് മുറിച്ചിടാം. വലിയ മഞ്ഞളുണ്ടെങ്കിൽ അതുകൂടി 2ആയിട്ടൊന്ന് മുറിച്ചിടാം. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിക്കിട്ടും. മഞ്ഞൾ 2 രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം. തൊലിയോട് കൂടി വേണമെങ്കിലും പുഴുങ്ങാം. ഇതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞതിന് ശേഷവും പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് ഈ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല വെയിലായതുകൊണ്ട് 4 ദിവസമായപ്പോഴേക്കും മഞ്ഞൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. നല്ലതുപോലെ വളഞ്ഞു വരും, ഒടിയില്ല. ഈ ഒരു പരുവമാകുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഒരു തുണിസഞ്ചിയിലോ നല്ല വൃത്തിയുള്ള ഒരു തോർത്തിലോ കുറേശ്ശെ മഞ്ഞളിട്ട് ഇതേപോലെ തല്ലിയെടുക്കണം. തറയിലോ കരിങ്കല്ലിലോ ഇട്ട് തല്ലിയെടുക്കാവുന്നതാണ്. മഞ്ഞൾ ഒരു 1/4 ഭാഗം മാത്രമേ ഇപ്പോൾ ഉണങ്ങിയിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിലിട്ട് തല്ലുമ്പോൾ പൊടിഞ്ഞു പോകില്ല. ഇതിൻ്റെ തൊലിയെല്ലാം ഇളകി പോരുകയും ചെയ്യും. ഒരുപാട് മഞ്ഞൾ ഉണക്കിയെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ചിരണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരുപാട് സമയവും എടുക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ? ഇതിൻ്റെ തൊലിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഈ കിടക്കുന്നത് മുഴുവൻ ഇതിൻ്റെ തൊലിയാണ്. ശരിക്കും ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തല്ലിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകില്ല. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയെടുത്ത മഞ്ഞൾ ഇതിലെ പൊടിയൊക്കെ കളഞ്ഞ് ഒരു കൊട്ടയിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നല്ലതുപോലെ വെയിലത്ത് കിടന്ന് ഉണങ്ങണം. മഞ്ഞൾ വെയിലത്തിട്ടിട്ട് ഇപ്പോൾ 11 ദിവസമായി. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊരു 3 കിലോ മാത്രമേ ഉള്ളൂ.
മില്ലിൽ നിന്ന് നമ്മളിത് പൊടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിനൊരു ചെറിയ ചൂട് കാണും. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കുകയാണെങ്കിൽ 200-250 ഗ്രാമിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 വർഷം വരെ മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റും.